വോട്ടെണ്ണൽ കഴിഞ്ഞ് 6 ദിവസം പിന്നിട്ടിട്ടും കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിനെ പരിഹസിച്ച് സന്തോഷ് പണ്ഡിറ്റ്. ആരെയും കിട്ടുന്നില്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയാക്കാമെന്നും ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ താൻ തയ്യാറാണെന്നും പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രി പദത്തെച്ചൊല്ലിയുള്ള ചർച്ചകൾ കൊഴുക്കുന്നതിനിടെയാണ് പണ്ഡിറ്റിന്റെ കുറിപ്പെത്തിയത്. കൗതുകകരമായ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് പണ്ഡിറ്റ് മുന്നോട്ടുവയ്ക്കുന്നത്. 64 എംഎൽഎമാരിൽ 21 പേരുടെ പിന്തുണ ലഭിച്ചാൽ ബാക്കി വേണ്ട 12 പേരെ താൻ ഒപ്പിക്കാം എന്നാണ് പണ്ഡിറ്റിന്റെ അവകാശവാദം. ചെറിയ കക്ഷികളിലെ എംഎൽഎമാരെ ഉപമുഖ്യമന്ത്രി പദവിയും ക്യാബിനറ്റ് പദവികളും വാഗ്ദാനം ചെയ്ത് ചാക്കിട്ട് പിടിച്ച് 33 പേരുടെ പിന്തുണ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. ആരെയും കിട്ടുന്നില്ലെങ്കിൽ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകുവാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. 64 എംഎൽഎമാരിൽ 21 പേരുടെ പിന്തുണ കിട്ടിയാൽ തന്നെ ബാക്കി വേണ്ട 12 സീറ്റ് ഞാൻ ഒപ്പിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ചില ചെറിയ എംഎൽഎമാരെ ഉപമുഖ്യമന്ത്രിയാകാമെന്നും മറ്റുള്ള എംഎൽഎമാരെ ക്യാബിനറ്റ് പദവിയൊക്കെ ഓഫർ കൊടുത്ത് ചാക്കിട്ട് പിടിച്ചു 33 എംഎൽഎ സപ്പോർട്ട് ഒപ്പിക്കും. ഘടകകക്ഷികളുടെ പിന്തുണ എനിക്ക് കിട്ടില്ല. അവരൊന്നും മറ്റു പാർട്ടിക്കാരുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടേണ്ട. അവരൊന്നും ഇല്ലാതെ തന്നെ ഭരിക്കാവുന്ന ഭൂരിപക്ഷമുണ്ടല്ലോ. എന്നെ മുഖ്യമന്ത്രിയാക്കിയാൽ ഇന്ന് രാവിലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുവാൻ റെഡി. ഒരു ഗ്രൂപ്പിസവും പിന്നെ തലപൊക്കില്ല. നോക്കിക്കോ. വാൽകഷ്ണം, മഞ്ചേശ്വരം ഓർ പാലക്കാട് എംഎൽഎമാരെ രാജിവെപ്പിച്ചു. അവിടെ ഞാൻ നിന്ന് ജയിച്ചോളാം. പോരെ. പണ്ഡിറ്റ് പുലിയല്ല, പുലികളെ വേട്ടയാടുന്നവനാണ്. ദ റിയൽ ഗോൾഡ് അമംഗ് ദ റോൾഡ് ഗോൾഡ്. പണ്ഡിറ്റിനെ പോലെ ആരുമില്ല.